നിങ്ങൾ പുതിയതായിട്ടൊരു ഓഫീസിൽ ജോലിക്ക് കയറുകയാണ്. അവിടെ കുറച്ചു കാലം കൂടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന ടൈപ്പ് ആൾക്കാരെ നിങ്ങൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. ഇതെങ്ങനത്തെ ആളാന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെന്നിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമല്ലോ, അവരുടെ ഡെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ മേ ബി ഒരാൾ പല ഡിപ്പാർട്ട്മെൻറ്റ് മാറി മാറി നിൽക്കുന്നുണ്ടാവും. അതായത് അയാൾ ജോയിൻ ചെയ്തത് ഇങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ആയിരിക്കും, പിന്നീട് അയാൾ വേറൊരു ഇതായി, പിന്നീട് അയാൾ വേറൊരു ഇതായി, ഇപ്പോൾ വേറൊരു ഡെസിഗ്നേഷനിൽ നിൽക്കുന്നു. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം അയാൾ ആദ്യത്തെ ജോബ് റോളിൽ ശരിയാവാതിരുന്നപ്പോൾ അയാളെ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി പരീക്ഷിച്ചു, അവിടെ ശരിയാവാതായപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി പരീക്ഷിച്ചു. അതിനർത്ഥം അയാൾ മാനേജ്മെൻറ്റിന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മളാണ് അതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഒരു ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു വിടും. ഇയാൾ ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഇയാളൊരു കോൺസ്റ്റൻറ്റ് മെമ്പറാണ്. ഇത്തരം കോൺസ്റ്റൻറ്റ് മെമ്പേഴ്സ് നമ്മളെ ഒരു ത്രെറ്റായിട്ട് കാണും. ഇപ്പോൾ നമ്മളവിടെ ചെന്ന് നന്നായി പെർഫോം ചെയ്ത് നല്ല പേരെടുക്കുകയാണെങ്കിൽ നമ്മളെ അവരൊരു ത്രെറ്റായിട്ട് കാണുകയും നമ്മളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ മാനേജ്മെൻറ്റിനോട് പറയും, നമുക്കിട്ട് പാര വയ്ക്കും, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചാടിക്കും. അപ്പോൾ ഇത്തരം ആൾക്കാരെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവരെ പരമാവധി നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുത്താതെ നോക്കുക. പക്ഷേ ഇവർ എടുക്കുന്നൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ വർക്ക് നടക്കുന്നു, നിങ്ങൾ ആദ്യമായിട്ടൊരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ വന്നിട്ട് നിങ്ങളുടെ വർക്കിനെ നന്നായിട്ട് പുകഴ്ത്തി സംസാരിക്കും. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെഡോ അല്ലെങ്കിൽ നമ്മുടെ മാനേജറോ ഡയറക്റ്റ് അവിടെ വന്ന് ഒരു നല്ല വാക്ക് പറയണമെന്നില്ല. പക്ഷേ നമ്മളോട് ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും, ഓ നല്ല കാര്യം, ഒരാളെങ്കിലും നല്ലത് പറഞ്ഞല്ലോ. സോ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അടുത്ത വട്ടം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ഇവരുടെ അടുത്ത് തന്നെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവർ നല്ലത് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ പറയും. സോ ഇങ്ങനെ പിന്നീട് പോയി അവസാനം ഇവരുടെ ഒരു വാലിഡേഷൻ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും വേണം എന്നൊരു സ്ഥിതിയിലേക്ക് എത്തും. ഇതാണ് ഇവരുടെ ട്രിക്ക്. അതായത് ഇവരവിടെ പിടിച്ചു നിൽക്കുന്നത്, ഇവരുടെ റെലവൻസ് അവർ തെളിയിക്കുന്നത് മറ്റുള്ളവരുടെ വർക്കിനെ ജഡ്ജ് ചെയ്തിട്ടാണ്. സോ ശരിക്കും അവർ നിങ്ങളുടെ വർക്കിൽ അഭിപ്രായം പറയേണ്ട ആളെയല്ല, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളെയല്ല. പക്ഷേ അയാൾ വന്ന് ഇടപെടുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇവരിങ്ങനെ അഭിപ്രായം പറഞ്ഞ് മാർക്കിട്ട് പിന്നെ നിങ്ങൾ അടുത്തോട്ടം ചെയ്യുമ്പോൾ ഇത് പോരാന്ന് പറയും, മോശമെന്ന് പറയും. അപ്പോൾ അവരുടെ റെലവൻസ് അവർ കാണിക്കുന്നത് അവരുടെ അഭിപ്രായം വെച്ചിട്ടാണ്, അല്ലാതെ അവരെ ഏൽപ്പിച്ച പണി വൃത്തിക്ക് ചെയ്യാൻ അവരെ കൊണ്ട് അറിയുന്നില്ല. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് മാറി മാറി നിൽക്കുന്നത്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ ആദ്യം അഭിപ്രായം പറയാൻ വരുമ്പോൾ തന്നെ ഇവരെ കൃത്യമായിട്ട് ഒഴിവാക്കി വിടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ മാനേജ്മെൻറ്റിന് വേണ്ടപ്പെട്ട ആളാണ്. സോ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയും. പക്ഷേ നിങ്ങളവിടെ നന്നായിട്ട് ജോലി ചെയ്താലും നിങ്ങളെക്കുറിച്ച് ഇവർ കുറ്റം പറയും. സോ ഇവരെ ഒഴിവാക്കി വിട്ടാലും അടുത്ത് നിർത്തിയാലും കുറ്റം പറച്ചിലിന് കുറവൊന്നും ഉണ്ടാവില്ല. സോ ബെറ്റർ പരിപാടി ഇവരിങ്ങനെ വന്ന് റെലവൻസ് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ വർക്കിൽ അഭിപ്രായം പറയുമ്പോൾ തീരെ പ്രോത്സാഹിപ്പിക്കരുത്, അതിനെ ഒഴിവാക്കി വിടുക. അങ്ങനെ ഇവരിൽ നിന്നും അകന്ന് ഇവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് കാലം നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിൽക്കാൻ പറ്റും. സോ ഇതുപോലുള്ള ഓഫീസ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇതുപോലെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ലിവോർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാം. വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്.